നമസ്കാരം. നമസ്കാരം മാഡം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. തന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അത് വിടും മാം. വിഷുവായിട്ട് എന്താ പരിപാടി? കണി കാണുന്നുണ്ടോ? കണി മനുഷ്യരുടെ വിശ്വാസമുള്ള ബോധം പോലും ഇല്ല. അപ്പോഴാണ് കണി. നിങ്ങളെപ്പോലുള്ള മലയാളിക്ക് വേണ്ടി ഇവിടുത്തെ മലയാളി സമാജം അണിയിച്ചിരിക്കുന്ന പരിപാടിയാണ് കാനഡയിൽ ഒരു കണി. കാനഡയിലൊരു കണി നിങ്ങളൊന്നും അറിയണ്ട മാഡം. നിങ്ങൾ രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി കണ്ണടച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. ഞങ്ങളുടെ വണ്ടി നിങ്ങളെ വന്ന് പിക്ക് ചെയ്യും. ഇതിന് ശേഷം പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെയാണെങ്കിലോ മഞ്ഞ ചേര ചുറ്റിയ കണ്ണിന് നിങ്ങൾക്ക് കണി കാണും. വിത്ത് കണിക്കൊന്ന അതിന് കണി വെള്ളരി. അതിനുശേഷം ഞങ്ങളുടെ സമാജം പ്രസിഡന്റ് എല്ലാവർക്കും വിഷുക്കൈ നീട്ടം തരും. പോരാത്തതിന് വർണ്ണശബളമായ നൃത്യങ്ങൾ. ഉച്ചയാകുമ്പോഴോ 17 തരം കറി കൂട്ടങ്ങളടങ്ങുന്ന വിഷു സദ്യ, സമൃദ്ധമായ വിഷു സദ്യ, 3 തരം പായസം. ഇവിടെ താങ്ങാൻ ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് ഒരു കാര്യമില്ല. അങ്ങോട്ടേ ഇല്ല, അവിടെ മലയാളി ഫാമിലീസ് ഉണ്ട്. എനിക്ക് പറ്റില്ല. എങ്കിൽ മാഡം എൻ്റെ വേറൊരു ഐഡിയ ഉണ്ട് മാഡം. മാഡത്തിന് താല്പര്യമാണെങ്കിൽ ഞാൻ മാഡത്തിനെ കല്യാണം ആലോചിക്കാം മാഡം. അങ്ങനെയാണെങ്കിൽ ഈ വിഷു മാത്രമല്ല, അങ്ങോട്ടുള്ള എല്ലാ വിഷുവും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. താനല്ലോ റിയൽ കിങ് അർജുൻ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും രാവിലെ വൈകുന്നേരം മെസ്സേജ് അയക്കുന്നത്. ഉച്ചയ്ക്ക് ഉണ്ട് മാഡം. ഗുഡ് നൈറ്റ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. തന്നെ ഞാൻ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. മാഡം പ്ലീസ്. ഹാപ്പി വിഷു.